ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ മോരുകറി. ഇതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ: ഒരു പപ്പായ വേവിച്ചത്, മോര് 1/2 ലിറ്റർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അരമുറി തേങ്ങ ചിരവിയത്, 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വേപ്പില, 15 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഒരു ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ഉലുവ, 6 വറ്റൽമുളക്. ഒരു തണ്ട് വേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എണ്ണ ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. തേങ്ങയും പച്ചമുളകും ജീരകവും ഇഞ്ചിയും കടുകും കുരുമുളക് പൊടിയും വേപ്പിലയും വെളുത്തുള്ളിയും കൂടി നന്നായി അരച്ചെടുക്കണം. ആദ്യം അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച പപ്പായ ഇടുക. അതിനുശേഷം പച്ചമോരും വേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടി വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക.
എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം. മുളക് മൂത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കാച്ചി വെച്ച മോരിലേക്ക് ഒഴിക്കുക. പപ്പായ മോരുകറി തയ്യാറായിട്ടുണ്ട്.